കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയ തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ. ലഡാക്കിന്റെ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തീരുമാനങ്ങളാണ് കേന്ദ്രം കൈക്കൊണ്ടിട്ടുള്ളത്. 2019 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമാണ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറിയത്. ലഡാക്കിലെ ജനങ്ങളുടെ ഭാഷ, സംസ്കാരം, ഭൂമി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള ഭരണഘടനാപരമായ നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ലഡാക്കിൽ നിലവിലുള്ള 5 ഭാഷകളും ഔദ്യോഗിക ഭാഷകളായി കേന്ദ്രം അംഗീകരിച്ചു. വികസന കൗൺസിലുകളിലെ 85% ജോലികളും തദ്ദേശീയർക്ക് സംവരണം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ മൊത്തം ജോലികളുടെ 1/3 സ്ത്രീകൾക്കായും സംവരണം ചെയ്തിട്ടുണ്ട്. ലഡാക്കിൽ ഉപയോഗത്തിലുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ബോധി, പുർഗി ഭാഷകൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷകളാക്കി പ്രഖ്യാപിച്ചു. എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് തുടരും. കൂടാതെ പുതിയ നിയമങ്ങളുടെ ഭാഗമായി ലഡാക്കിൽ 15 വർഷമായി താമസിച്ചവരോ 7 വർഷമായി പഠിച്ചവരോ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 10 അല്ലെങ്കിൽ 12 ക്ലാസ് പരീക്ഷ എഴുതിയവരോ ആണെങ്കിൽ സ്ഥിര താമസക്കാരാകാൻ അർഹതയുണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശത്തെ ഏതെങ്കിലും തസ്തികയിലോ കണ്ടോൺമെന്റ് ബോർഡിന് കീഴിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയോ മറ്റ് അതോറിറ്റികളുടെയോ കീഴിലുള്ള തസ്തികയിലോ ഉള്ള നിയമനത്തിന് ഇത് സഹായകരമാകും. ഇതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള സംവരണം 10% തുടരുന്നതായിരിക്കും. കൂടാതെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും കേന്ദ്ര സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ ബാങ്കുകൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിലെ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർവകലാശാലകളിലെ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മക്കൾക്കും UTEയിൽ ആകെ 10 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുള്ളവർക്കും സ്ഥിരതാമസത്തിന് അർഹതയുണ്ട്. അതേസമയം ജമ്മു കാശ്മീർ സർക്കാർ സർവീസിന്റെ മറവിൽ തീവ്രവാദ ബന്ധം പുലർത്തി വന്നിരുന്ന 3 സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് തീവ്രവാദ ബന്ധം കണ്ടെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ ഉത്തരവിട്ടത്. ആർട്ടിക്കിൾ 311(2)(c) പ്രകാരമാണ് നടപടി. പോലീസിൽ കോൺസ്റ്റബിളായിരുന്ന മാലിക് ഇഷ്ഫാഫ് നസീർ, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകനായിരുന്ന അജാസ് അഹമ്മദ്, ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജൂനിയർ അസിസ്റ്റന്റ് ആയിരുന്ന വസീം അഹമ്മദ് ഖാൻ എന്നിവരെയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങൾ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാകുന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണി ഉയർത്തുക, ഭീകര സംഘടനകൾക്ക് സഹായം നൽകുക എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച തെളിവുകളുടെയും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തീവ്രവാദ ബന്ധമോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ ആയി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ അന്വേഷണം കൂടാതെ തന്നെ ജീവനക്കാരെ പിരിച്ചുവിടാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 311(2)(c). ഇത് പ്രകാരമാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ പ്രധാന സർക്കാർ സർവീസുകളിലുള്ള ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ട 3 പേർക്കുമെതിരെ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്താനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.